കോടതി വിധി കാറ്റിൽ പറത്തി മലയോരത്തെ മിക്ക സ്കൂളുകളിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്. പെരിങ്ങോത്ത് സംഘർഷം. പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്ക് എറിഞ്ഞു തകർത്തു. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. 2 പോലീസുകാർക്കും 7ഓളം പേർക്കും സംഭവത്തിൽ പരിക്ക്. സ്കൂളുകളിൽ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പാടില്ലെന്ന് കോടതി വിധിയുണ്ടെങ്കിലും മിക്ക ഗവൺമെന്റ് സ്കൂളുകളിലും സ്ഥിതി മറിച്ചായിരുന്നു. പെരിങ്ങോം ഒഴികെ മറ്റ് സ്കൂളുകളിൽ സ്ഥിതി സമാധാനപരമായിരുന്നു. പെരിങ്ങോം സ്കൂളിൽ പ്രകടനം നടത്തിയ SFI വിദ്യാർത്ഥികളെ പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ തമ്പടിച്ച് ആക്രമിച്ചുവെന്ന് ഒരു വിഭാഗവും, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പ്രകടനം നടത്തിയവർ ഒരു പ്രകോപനവുമില്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്ക് എറിഞ്ഞു തകർത്തു എന്ന് എതിർവിഭാഗവും വാദിക്കുന്നു. പെരിങ്ങോത്ത് KSUവിന് 16 സീറ്റും SFIക്ക് 5 സീറ്റും ലഭിച്ചു. അക്രമി സംഘത്തെ തുരത്തുന്നതിനായി പോലീസ് ലാത്തി വീശി. സംഘടനത്തിൽ 2 പോലീസുകാർക്കും ഇരു പാർട്ടിയിലും പെട്ട 7ഓളം പേർക്കും പരിക്കേറ്റു. പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായ പവിത്രൻ, അബ്ദുൾ റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിങ്ങോം PHCയിൽ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. CPM പ്രവർത്തകരായ ഗിരീഷ്, ബേബി, വിശ്വൻ എന്നിവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും KSU പ്രവർത്തകരായ റഷീദ്, മുസ്തഫ എന്നിവരെ ചെറുപുഴ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല, മുതിർന്നവരുടെ അധപതിച്ച സംസ്കാരമാണ് പെരിങ്ങോം സംഭവമെന്ന് CI PK സുധാകരൻ പറഞ്ഞു. ലീഗ്, കോൺഗ്രസ്, CPMന്റെ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ അധപ്പതിച്ച സംസ്കാരമാണ് ഈ സ്കൂളിൽ പ്രശ്നമുണ്ടായത്. വിദ്യാർത്ഥികളല്ല പ്രശ്നമുണ്ടായത്. ഇവർ തമ്മിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് പടയന, ചൂരല്, മാത്തില്, മറ്റ് അടുത്ത കോളേജുകൾ, അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഈ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ വന്നിട്ട് പിള്ളേർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. മറ്റ് വിദ്യാലയത്തിലെ എല്ലാ പ്രശ്നം പുറത്തുനിന്നുണ്ടായ പ്രശ്നമാണ്. എല്ലാ രാഷ്ട്രീയക്കാരുമായി പല ദിവസങ്ങളിലായി ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടും രാഷ്ട്രീയക്കാരല്ലാതെ അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നും CI പറഞ്ഞു. പെരിങ്ങോത്തും പരിസര പ്രദേശങ്ങളിലും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.